Welcome back, my dear little friends. Today we are discussing a little fish story, second chapter of the fourth unit. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എ ലിറ്റിൽ ഫിഷ് സ്റ്റോറി ആണ്. യൂണിറ്റ് 4-ലെ സെക്കൻഡ് ചാപ്റ്ററാണ്, പോയതിന് ശേഷമുള്ള ചാപ്റ്ററാണ് എ ലിറ്റിൽ ഫിഷ് സ്റ്റോറി. ശ്രദ്ധിക്കാം. There are a great many million fish in the seas, but this story is about just one of them, and a very small one at that. There are a great many million fish in the seas, but this story is about just one of them, and a very small one at that. എന്താ പറയുന്നത്? There are a great many million fish in the seas. സീ എന്ന് പറഞ്ഞാൽ, സീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടലുകൾ അല്ലേ. അപ്പോൾ കടലിൽ ഒരുപാട് മത്സ്യങ്ങളുണ്ട്. ഓക്കെ, ഗ്രേറ്റ് മെനി മില്യൺ ഫിഷ്. ഓക്കെ, ലാർജ് നമ്പർ ഓഫ് എന്നാണ്, വളരെയധികം എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും ഫിഷ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സീസിൽ ഒരുപാട് ഫിഷ് ഉണ്ട്. അപ്പോൾ ഗ്രേറ്റ് മെനി മില്യൺ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എ ലാർജ് നമ്പർ ഓഫ് എന്നാണ്. ഒരുപാട് ഫിഷ് ഉണ്ട്. ഇവിടുത്തെ കാര്യം ശ്രദ്ധിക്കുക, ഫിഷ് എന്നുള്ളതിൻ്റെ പ്ലൂറൽ ഫോമും ഫിഷ് എന്ന് തന്നെയാണ്. ഫിഷസ് എന്ന് പറയരുത്. അതായത് ഒരു ഫിഷ് ആണെങ്കിലും ഫിഷ് എന്ന് പറയും, ഒരുപാടുണ്ടെങ്കിലും ഫിഷ് എന്നേ പറയൂ, ഫിഷസ് എന്ന് പറയരുത്. അത് തെറ്റാണ്. ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കൂടിയാണ്. ഹൗ മെനി ഫിഷ് ആർ ദർ ഇൻ ദ സീസ് എന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? ദർ ആർ എ ഗ്രേറ്റ് മെനി മില്യൺ ഫിഷ് ഇൻ ദ സീസ്. കടലുകളിൽ ഒരുപാട്, എ ഗ്രേറ്റ് മെനി മില്യൺ, ദശലക്ഷക്കണക്കിന് എന്തുണ്ട്? മത്സ്യങ്ങൾ ഉണ്ട്. ബട്ട് ദിസ് സ്റ്റോറി ഈസ് അബൌട്ട് ജസ്റ്റ് വൺ ഓഫ് ദം. എന്നാൽ ഈ സ്റ്റോറി ആ എല്ലാ ഫിഷിനെ കുറിച്ചുമല്ല, അതിലുള്ള ഒരു ഫിഷിനെ കുറിച്ചാണ്. എങ്ങനെയുള്ള ഫിഷ്? ആൻഡ് എ വെരി സ്മോൾ വൺ അറ്റ് ദാറ്റ്. അതിൽ എ വെരി സ്മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുഞ്ഞു, ഒരു ചെറിയ ഒരു ഫിഷിനെ കുറിച്ചാണ്. ഓക്കെ, ഒരുപാട് ഫിഷ് ഉണ്ട് സീസിൽ, പക്ഷെ അതിൽ ഒരു ഫിഷിനെ കുറിച്ചാണ് നമ്മുടെ ഈ സ്റ്റോറി. ഒന്നുകൂടി വായിക്കാം. There are a great many million fish in the seas, but this story is about just one of them, and a very small one at that. ഒരുപാട് അനേകം ഫിഷുള്ള സീസിൽ നിന്നും ഒരു ചെറിയ ഫിഷിൻ്റെ ഒരു സ്റ്റോറിയാണ്, ഒരു കുഞ്ഞു ഫിഷിൻ്റെ സ്റ്റോറിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. Now, this little fish had everything in the seas to make him contented, but he was not happy. You will laugh when I tell you why he was not. He was unhappy because he was so very small. Now, this little fish had everything in the seas. ഇപ്പോൾ ഈ ഒരു ലിറ്റിൽ ഫിഷിന് എല്ലാം ഉണ്ട്. ഈ ഒരു ലിറ്റിൽ ഫിഷിന് എല്ലാം ഉണ്ട്. എന്നാൽ എവിടെ എല്ലാം ഉണ്ട്? ഇൻ ദ സീസ്, കടലിലല്ലേ. ആ ലിറ്റിൽ ഫിഷിന് കടലിൽ എല്ലാം ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു മേക്ക് ഹിം കണ്ടൻറ്റഡ്, ടു മേക്ക് ഹിം ഹാപ്പി, ടു മേക്ക് ഹിം സാറ്റിസ്ഫൈഡ്. അവനെ സംതൃപ്തനാക്കാൻ, അവനെ ഹാപ്പി ആക്കാൻ ഒരുപാട് കാര്യങ്ങൾ സീസിൽ ഉണ്ട്. അല്ലെങ്കിൽ കടലുകളിൽ അതിന് ആവശ്യമായിട്ടുള്ള എല്ലാം ഉണ്ട് അല്ലേ. കടലിൻ്റെ ആഴങ്ങളിലേക്ക്, അഗാധതകളിലേക്ക് പോയാൽ നിങ്ങൾ പോയിട്ടുണ്ടാവുമോ? ഇല്ലല്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ അടിയിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാകും അല്ലേ. കോറൽസൊക്കെ കണ്ടിട്ടുണ്ടാകും, പവിഴ പുറ്റുകൾ, അതുപോലെ ഒരുപാട് കടൽ ജീവികളെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ അതിനെ ഹാപ്പി ആകാൻ, അതിന് ഇഷ്ടംപോലെ സ്വതന്ത്രമായിട്ട് നീന്തി കളിക്കാൻ, സ്വിം ചെയ്യാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഹി വാസ് നോട്ട് ഹാപ്പി. എന്നാലോ, പക്ഷെ അവൻ എന്തല്ല? ഹാപ്പി അല്ല. ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടായിട്ടും അവന് ഹാപ്പി അല്ല. യു വിൽ ലാഫ് വെൻ ഐ ടെൽ യു വൈ ഹി വാസ് നോട്ട്. യു വിൽ ലാഫ്. എന്താ ലാഫ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ പൊട്ടിച്ചിരിക്കും, നിങ്ങൾ ചിരിച്ചു പോകും. വെൻ ഐ ടെൽ യു വൈ ഹി വാസ് നോട്ട്. എന്താ വൈ ഹി വാസ് നോട്ട് ഹാപ്പി അല്ല, അവൻ ഹാപ്പി അല്ല എന്നുള്ളതിന് അതിൻ്റെ കാരണം ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ, എന്തുകൊണ്ടാണ് അവൻ ഹാപ്പി അല്ലാത്തത് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ചിരിച്ചു പോകും. അത്രയും രസകരമായിട്ടുള്ള ഒരു കാര്യം, സില്ലി ആയിട്ടുള്ള കാര്യത്തിനാണ് അവന് ഹാപ്പി അല്ലാത്തത്. എന്താണ് ആ കാര്യം? He was unhappy because
he was so very small. എന്താ കാരണം? He was unhappy because he was so very small. എന്താണ് അവൻ്റെ വിഷമത്തിന് കാരണം? അവന് വളരെ ചെറുതാണ് എന്നുള്ളതാണ്. ഓക്കെ, അവനൊരു കുഞ്ഞു മത്സ്യമാണ്, അല്ലെങ്കിൽ ഒരു ലിറ്റിൽ ഫിഷ് ആണ് എന്നുള്ളതാണ് അവൻ്റെ ഒരു വിഷമം. ഓക്കെ, അപ്പോൾ ഈ വിഷമമാണ് അവന് ബാക്കിയെല്ലാം ഉണ്ടായിട്ടും അവനെ അലട്ടുന്ന ഒരു പ്രശ്നം എന്താണ്? അവന് വെരി സ്മോൾ ആണ്. അപ്പോൾ എന്താണ്, ഒരുപാട് വലിയ ഫിഷിനെ അവന് കാണുന്നുണ്ടാകും അല്ലേ, ബ്ലൂ വെയിലിനൊക്കെ കാണുന്നുണ്ടാകും അല്ലേ. എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിയേച്ചറാണ് ബ്ലൂ വെയിൽ അല്ലേ, നീലത്തിമിംഗലം. അപ്പോൾ അതിനെയൊക്കെ കാണുന്ന അവന് ഒരു കുഞ്ഞു മത്സ്യമായതിൽ അവന് വളരെയധികം വിഷമമുണ്ട്. വലിയ വലിയ സീ ആനിമൽസ് അല്ലെ, സീ ക്രിയേച്ചേഴ്സ് അതിലൂടെ ഇങ്ങനെ സ്വിം ചെയ്യുന്നത് കാണുമ്പോൾ ഇവന് വളരെയധികം വിഷമം വരുന്നുണ്ട് അല്ലേ. നിങ്ങൾക്ക് എങ്ങനെ വിഷമം ഉണ്ടാവുമോ? ബാക്കി എല്ലാവരും വലുതും നിങ്ങൾ മാത്രം ചെറുതും ആകുമ്പോൾ വിഷമം ഉണ്ടാവുമോ? അപ്പോൾ ഈ ഒരു ഫിഷിന് എന്നാൽ അത് ഭയങ്കര വിഷമാണ്. ബാക്കി എല്ലാവരും അല്ല, ഒരുപാട് വലിയ വലിയ ഫിഷിനെ കാണുമ്പോൾ ഇവനെ ഞാൻ ഇത്ര ചെറുതായി പോയല്ലോ എന്നുള്ളൊരു വിഷയമാണ്. It is very hard to be such a little mite of a fish, he would say over and over again. If I were only larger, how much happier I could be. And he said it so many times that I think he believed it. It is very hard to be such a little mite of a fish. He would say, അവന് പറയാറുണ്ടായിരുന്നു, അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത്, ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ബി സച്ച് എ ലിറ്റിൽ മൈറ്റ് ഓഫ് ഫിഷ്. ഇങ്ങനെ ഒരു കുഞ്ഞു മത്സ്യമായിരിക്കുക എന്നുള്ളത്, ഇത്രയും ചെറുതായിരിക്കുക എന്നുള്ളത് അത് വളരെ ഹാർഡാണ്, വളരെ കഠിനമാണ്, വളരെ പ്രയാസകരമാണ് ഇങ്ങനെ ഒരു കുഞ്ഞു ഫിഷായിട്ട് എങ്ങനെ ജീവിക്കുക എന്നുള്ളത് എന്ന് അവന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. ഓവർ ആൻഡ് ഓവർ അഗെയിൻ അവൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും. എന്തുകൂടി പറയും? ഇഫ് ഐ വർ ഓൺലി ലാർജർ ഹൗ മച്ച് ഹാപ്പിയർ ഐ കുഡ് ബി. ഞാൻ കുറച്ച് വലുതായിരുന്നെങ്കിൽ അല്ലേ, ഞാൻ വലിയൊരു ഫിഷ് ആയിരുന്നെങ്കിൽ, കുറച്ചുകൂടി വലുപ്പം ഉണ്ടായിരുന്നെങ്കിൽ, ഹൗ മച്ച് ഹാപ്പിയർ ഐ കുഡ് ബി, ഞാൻ എത്രത്തോളം സന്തോഷവാനാകുമായിരുന്നു. ഞാനിപ്പോൾ ചെറുതാണ് അല്ലേ, പിന്നെ ആരുടെ ഇടയിൽ ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടോളണമെന്നില്ല. അപ്പോൾ അതിൽ വളരെയധികം വിഷമിക്കുകയാണ്. ഞാൻ ഒന്ന് വലുതായിരുന്നെങ്കിൽ എത്രത്തോളം ഹാപ്പി ആകുമായിരുന്നു എന്ന് അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. And he said it so many times that I think he believed it. ഓക്കെ, അവനത് ഇങ്ങനെ ഒരുപാട് തവണ ഈ ഒരു കാര്യം പറയും അല്ലേ. അവൻ വിശ്വസിക്കുന്ന എന്താണ്? അവന് കുറച്ചുകൂടി വലുതായിരുന്നെങ്കിൽ വളരെ ഹാപ്പി ആയിരുന്നു എന്നുള്ളൊരു വിശ്വാസമാണ് അവനുള്ളത്. അപ്പോൾ അത് അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ പറയും, അല്ലെങ്കിൽ അവൻ ഒറ്റയ്ക്ക് പറയും. One day he was swimming along with the rest of his school and thinking no doubt how much more the larger fish had to be thankful for than he, when suddenly, with no warning, they found themselves in the meshes of a great net. One day, ഒരു ദിവസം, he was swimming along with the rest of his school. അവനൊരു ദിവസം ഇങ്ങനെ ബാക്കിയുള്ളവരുടെ, ഇവിടെ ശ്രദ്ധിക്കുക, റെസ്റ്റ് ഓഫ് ഹിസ് സ്കൂൾ. എന്താ സ്കൂളോട് ഉദ്ദേശിച്ചത്? നമ്മുടെ സ്കൂളാണോ? അല്ല, ഈ ഫിഷിൻ്റെ ഗ്രൂപ്പിനെയാണ് സ്കൂൾ എന്ന് പറയുന്നത്. സ്കൂൾ ഓഫ് ഫിഷ് എന്നാണ് പറയുക. നിങ്ങൾ ഒരുപാട് ഗ്രൂപ്പ്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല, ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, ഹേർഡ് ഓഫ് കാറ്റിൽ, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അതുപോലെ പറയുന്നതാണ് സ്കൂൾ ഓഫ് ഫിഷ് എന്നാണ്. ഫിഷിൻ്റെ ഗ്രൂപ്പിനെ എന്താണ് പറയുന്നത്? സ്കൂൾ എന്നാണ്. ഓക്കെ, സ്കൂൾ ഓഫ് ഫിഷ്. അപ്പോൾ one day he was swimming along with the rest of his school and thinking no doubt how much more the larger fish had to be thankful for than he. അവൻ അവരുടെ കൂടെ എങ്ങനെ സ്വിം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കും അവൻ ചിന്തിക്കുന്നുണ്ടാകുക? നോ ഡൗട്ട്, ഒരു സംശയവും വേണ്ട. ഹൗ മച്ച് മോർ ദ ലാർജർ ഫിഷ് ഹാഡ് ടു ബി താങ്ക്ഫുൾ ഫോർ ദാൻ ഹി. അവനേക്കാളും എത്രത്തോളം താങ്ക്ഫുൾ ആയിരിക്കും, നന്ദിയുള്ളവരായിരിക്കും എന്ത് അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം. അവരെത്ര ഹാപ്പി ആയിരിക്കും. അവർ ഏത് ഫ്രണ്ട്സ്? അവനേക്കാൾ വലിയ ഫ്രണ്ട്സ് അല്ലേ, ആ ഫിഷ് എല്ലാം എത്രത്തോളം ഹാപ്പി ആയിരിക്കും, എത്രത്തോളം താങ്ക്ഫുൾ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ട് അങ്ങനെ സ്വിം ചെയ്യായിരുന്നു അവരുടെ കൂടെ അല്ലേ. അവൻ ചെറുത്, ബാക്കി എല്ലാവരും ഒരുപാട് വലിയ ഫിഷിനൊക്കെ അവൻ കാണുന്നുണ്ട്. വെൻ സഡൻലി വിത്ത് നോ വാണിംഗ്, എന്നാൽ അപ്പോൾ പെട്ടെന്ന് ഒരു വാണിംഗും ഇല്ലാതെ, they found themselves in the meshes of a great net. പെട്ടെന്ന് അവർ ഒരു വലിയ നെറ്റിൻ്റെ ഇടയിൽ, വലയുടെ ആ കണ്ണികൾ കണ്ടിട്ടില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് അവരെങ്ങനെ അകപ്പെട്ടതായിട്ട് കാണുകയാണ് അല്ലേ. അവരതിനകത്ത് അകപ്പെട്ടു പോയി. ഇവൻ ഇതും ചിന്തിക്കുകയാണ്, അവൻ്റെ ഫ്രണ്ട്സ് വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ അവരങ്ങനെ സ്വിം ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് ഒരു വലയ്ക്കുള്ളിൽ അകപ്പെട്ടതായിട്ട്, അവർ ട്രാപ്പിഡ് ആയതായിട്ട് അവർക്ക് മനസ്സിലാകുകയാണ്. അവന് മനസ്സിലായി. ഈ പിക്ചറിൽ കാണാം അല്ലേ, എന്താണ് ഫിഷ് എല്ലാം ആ വലയ്ക്കകത്ത്
കുടുങ്ങിയിരിക്കുന്നതായിട്ട് കാണാം. There was much floundering and splashing as the net was drawn up out of the water into the sunlight. And just as its hull was being emptied into the bowl, the smallest fish in the school wriggled through the mesh and slipped back into the cool, clear water. How good it felt! There was much floundering and splashing as the net was drawn up out of the water into the sunlight. Floundering എന്ന് പറയുമ്പോൾ നമ്മൾ ഫിഷിനെയൊക്കെ വലയിൽ നിന്ന് മുകളിലേക്ക് വലിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു ആ പിടച്ചിൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വെള്ളത്തിനടിയിലാണ് ഫിഷ് എല്ലാം ഉണ്ടാവുക അല്ലേ. അപ്പോൾ വലയ്ക്കകത്തുനിന്ന് വലയിൽ കുടുങ്ങിയ ഫിഷിനെയെല്ലാം, നെറ്റിന് കുടുങ്ങിയ ഫിഷിനെയെല്ലാം അവരങ്ങനെ മുകളിലേക്ക് വലിക്കാനില്ല. ആ വലിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഈ ഫിഷ് എല്ലാം അല്ലെ പെടയും അല്ലേ, അവയെല്ലാം പിടയും. അതാ അവരിങ്ങനെ പെടഞ്ഞിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കാനല്ലേ. ഫിഷ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, മീൻ പിടിക്കുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ അതുപോലെ അതിങ്ങനെ വലിക്കുമ്പോൾ അവ ഇങ്ങനെ പിടയാണ്. ഫ്ലണ്ടറിങ് ആൻഡ് സ്പ്ലാഷിങ് അല്ലേ, വെള്ളമൊക്കെ തട്ടിത്തെറിപ്പിച്ച് പിടയുന്നതായിട്ട് ഇങ്ങനെ കാണും. അങ്ങനെ ആസ് ദ നെറ്റ് വാസ് ഡ്രോൺ അപ്പ് ഔട്ട് ഓഫ് ദ വാട്ടർ ഇൻ ടു ദ സൺലൈറ്റ്, അങ്ങനെ ഇതിങ്ങനെ വലിച്ചിട്ട് എന്താണ് മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നില്ല, സൺലൈറ്റിലേക്ക്. ഫിഷിനെ വെള്ളത്തിന് പുറത്തെത്തിയാൽ ബ്രീത്ത് ചെയ്യാൻ സാധിക്കുമോ, ശ്വസിക്കാൻ സാധിക്കുമോ? ഇല്ല അല്ലേ. അപ്പോൾ മുകളിലെത്തി അവരെല്ലാം ഇങ്ങനെ പെടഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള മരണവെപ്രാളത്തിൽ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. And just as its howl was being emptied into the boat, ബോട്ടിലേക്ക് emptied into the boat, ബോട്ടിലേക്ക് വലയിൽ നിന്നും ബോട്ടിലേക്ക് പിടിച്ചിടുന്ന ആ ഒരു സമയത്ത്, മുകളിലേക്ക് ഉയർത്തി ആ വലയിൽ നിന്നും ഫിഷിനെ എല്ലാം ബോട്ടിലേക്ക് മാറ്റാണ്. ആ ഒരു സമയത്ത് the smallest fish in the school wriggled through the mesh and slipped back into the cool, clear water. ആ ഒരു സമയത്ത് നമ്മുടെ ഈ കുഞ്ഞു മത്സ്യം അല്ലെ, ഈ കുഞ്ഞു ഫിഷ്, ദ സ്മോളസ്റ്റ് ഫിഷ്, ദ ടൈനിയസ്റ്റ് ഫിഷ് അല്ലെ, ആ ഒരു ചെറിയ ഫിഷ് അതെന്ത് ചെയ്യാണ്, ചെറിയ ആ വലയുടെ ചെറിയ സ്ക്വയർ ഷേപ്പിൽ നിങ്ങൾ കാണാറില്ലേ, അതിനിടയിലൂടെ പോകാൻ മാത്രമേ ഉള്ളൂ. അത്രയും അത്രയും സ്മോൾ ഫിഷാണ് അല്ലെ. അപ്പോൾ അതിനകത്തു കൂടെ രക്ഷപ്പെടാം. അതിനിടയിലൂടെ നുഴഞ്ഞിട്ട് ആളെന്ത് ചെയ്ത് ഒറ്റ ചാട്ടം എവിടേക്ക്, ഇൻ ടു ദ കൂൾ, ക്ലിയർ വാട്ടർ അല്ലേ. അത്ര ശുദ്ധമായിട്ടുള്ള നല്ല കൂളായിട്ടുള്ള തണുത്ത ആ വെള്ളത്തിലേക്ക് അതിനിടയിലൂടെ എന്ത് ചെയ്യാണ്, രക്ഷപ്പെടുകയാണ്. ഹൗ ഗുഡ് ഇറ്റ് ഫെൽറ്റ് അല്ലേ. എത്രത്തോളം അതിന് എന്തായിരിക്കും, എത്ര നല്ല കാര്യമായിട്ടില്ലേ, എത്ര നല്ല കാര്യമായിട്ടാണ് അതിന് ഫീൽ ചെയ്തിട്ടുണ്ടാകുക. അതിനകത്തു നിന്ന് രക്ഷപ്പെടുക എന്നുള്ള വലിയ ഫിഷിനൊന്നും സാധിക്കാത്ത ഒരു കാര്യം ഇത് സ്മോൾ ആയതുകൊണ്ട്, ഈ ഒരു ഫിഷ് സ്മോൾ ആയതുകൊണ്ട് അതിന് സാധിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിനകത്തു കൂടെ ആള് രക്ഷപ്പെടണം. He swam here and there and everywhere, and some of the fish who knew him well all the rest of his life said that they never again heard him say that he wished to be anything but a little fish. He swam here and there and everywhere. അവനെ സ്വിം ചെയ്തു അല്ലേ, സ്വിമ്മിൻ്റെ പാസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഹി സ്വാം ഹിയർ ആൻഡ് ദർ, അവൻ അവിടെയൊക്കെ സ്വിം ചെയ്തു. അതായത് കടലിൽ അവന് കാണുന്നിടത്തെല്ലാം അവനെ നീന്തി. ആൻഡ് എവ്രിവർ, എല്ലായിടത്തും. ആൻഡ് സം ഓഫ് ദ ഫിഷ് ഹു ന്യൂ ഹിം വെൽ ഓൾ ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ്, അങ്ങനെ ബാക്കിയുള്ള ഫിഷ്, അവൻ്റെ സുഹൃത്തുക്കളായില്ല, അവനെ ശരിക്കും അറിയാവുന്ന മറ്റുള്ള ഫിഷ് അവൻ്റെ ബാക്കി ജീവിതകാലത്ത് ഒരിക്കലും said that they never again heard him say that he wished to be anything but a little fish. അതായത് അവൻ്റെ സുഹൃത്തുക്കൾ, ബാക്കിയുള്ള അവൻ്റെ ജീവിതകാലത്ത് അവൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അവനറിയാവുന്ന ഫിഷ് പറയാറുണ്ടായിരുന്നു, പിന്നീട് ഇവനെ ഒരിക്കലും പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. എന്ത് പറയുന്നതായിട്ട് കേട്ടിട്ടില്ല? he wished to be anything, വേറെ എന്തെങ്കിലും ആകാൻ വേണ്ടിയിട്ട് പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. അതായത് ആദ്യം അവന് പറയായിരുന്നു ഹൗ മച്ച് ഹാപ്പിയർ ഐ കുഡ് ബി ഇഫ് ലിറ്റിൽ മച്ച് ലാർജ് അല്ലെ, കുറച്ചുകൂടി വലുതായിരുന്നെങ്കിൽ ഞാൻ എത്രത്തോളം ഹാപ്പിയർ ആയിരിക്കുമെന്ന് അവൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ ഒന്നും പറയുന്നതായിട്ട് അവർ കേട്ടിട്ടില്ല. പിന്നെ എന്താണ് അവർ കേട്ടത്? ബട്ട് എ ലിറ്റിൽ ഫിഷ്, ഒരു ലിറ്റിൽ ഫിഷ് ആയാൽ തന്നെ മതി എന്നാണ് അവന് പിന്നീട് പറയുന്നതായിട്ട് അവർ കേട്ടത്. പിന്നീട് അവൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? ഈ ഒരു ലിറ്റിൽ ഫിഷ് ആയാൽ മതി, ഇനി വലുതാവണ്ട അല്ലെ. വലിയ ഫിഷ് എല്ലാം അവരെല്ലാം എന്താണ്, അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി അല്ലെ, ആ നെറ്റിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഇവന് ലിറ്റിൽ ഫിഷ് ആയതുകൊണ്ട് മാത്രം അതിനകത്ത് നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഞാനൊന്നുകൂടി വായിക്കാം, ശ്രദ്ധിക്കാം. A little fish story. There are a great many million fish in the seas, but this story is about just one of them, and a very small one at that. Now, this little fish had everything in the seas to make him contented, but he was not happy. You will laugh when I tell you why he was not.
He was unhappy because he was so very small. It is very hard to be such a little mite of a fish, he would say over and over again. If I were only larger, how much happier I could be. And he said it so many times that I think he believed it. One day, he was swimming along with the rest of his school and thinking, no doubt, how much more the larger fish had to be thankful for than he, when suddenly, with no warning, they found themselves in the meshes of a great net. There was much floundering and splashing as the net was drawn up out of the water into the sunlight. And just as its howl was being emptied into the boat, the smallest fish in the school wriggled through the mist and slipped back into the cool, clear water. How good it felt! He swam here and there and everywhere, and some of the fish who knew him well all the rest of his life said that they never again heard him say that he wished to be anything but a little fish. ഇനി ന്യൂ വേർഡ്സ് ശ്രദ്ധിക്കുക. മില്യൺ, ഫ്ലൗണ്ടറിങ്, മെഷസ്, ഹൗൾ, കണ്ടന്റഡ്, സ്പ്ലാഷിംഗ്, എംപ്റ്റീഡ്, റിഗിൾഡ്, വാണിംഗ്. മില്യൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മില്യൺ ദശലക്ഷക്കണക്കിന്, ഓക്കെ, 10 lakhs, അതിനെയാണ് എന്ത് മില്യൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗ്രേറ്റ് നമ്പർ എന്നുള്ള മീനിങ് ആണ്. പിന്നെ ഫ്ലൗണ്ടറിങ്, ഫ്ലൗണ്ടറിങ് എന്ന് പറയുമ്പോൾ ഫിഷിനെ നമ്മൾ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അതിന് ആ ഒരു ഇഴച്ചിൽ, ആ ഒരു പിടച്ചിലിനെയാണ് ഫ്ലൗണ്ടറിങ് എന്ന് പറയുന്നത്. മെഷസ് എന്ന് പറഞ്ഞാൽ വലയുടെ ആ സ്ക്വയർ ഷേപ്പിലുള്ള ആ കള്ളികളിലെ കണ്ണികൾ, വലക്കണ്ണികളെയാണ് മെഷസ് എന്ന് പറയുന്നത്. ഹൗൾ എന്ന് പറഞ്ഞാൽ ടു പുൾ എന്നുള്ള മീനിങ്, വലിക്കുക. കണ്ടന്റഡ് എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ്, സംതൃപ്തനായവർ എന്നാണ്. സ്പ്ലാഷിങ്, വെള്ളമൊക്കെ തട്ടിത്തെറിപ്പിക്കുമല്ലോ, അതിനെയാണ് സ്പ്ലാഷിങ് എന്ന് പറയുന്നത്. എംപ്റ്റീഡ്, കാലിയാക്കി എന്നുള്ള അർത്ഥമാണ്. റിഗിൾഡ്, റിഗിൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? പിടയുക, അതിനെയാണ് റിഗിൾഡ് എന്ന് പറയുന്നത്. വാണിംഗ്, വാണിംഗ് അറിയാലോ, താക്കീത്, അതാണ് വാണിംഗ്.